ഈ ലോകത്തിൽ ഓരോ ഒരു ജീവിക്ക് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. അത് മനുഷ്യനാണ്, നമ്മൾക്കാണ്. നിങ്ങൾക്ക് കാണാം, എല്ലാ ദിവസവും ചിലപ്പോൾ പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് ചാനൽ കാണുമ്പോൾ ഗുണ്ടായിസം ചെയ്തവർ, പീഡനം ചെയ്തവർ, കൊലപാതകം ചെയ്തവർ, യുദ്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ, ഇതെല്ലാം എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? അതെല്ലാം അവർ ജനിച്ചതേ അങ്ങനെ ആയതുകൊണ്ടാണ്? ഓട്ടോമാറ്റിക് അവർ അങ്ങനെയാണോ? അല്ല, അതെല്ലാം അവരുടെ തിരഞ്ഞെടുപ്പായിരുന്നു. ജനിച്ചപ്പോൾ അവരങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനെപ്പോഴും രണ്ട് തിരഞ്ഞെടുപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. നല്ലത് ചെയ്യാം, നല്ലത് ചെയ്യാതിരിക്കാം, തെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നെ കാണാം, മനുഷ്യന് മാത്രമാണ് പെർഫെക്റ്റ് ആകാനായിട്ടുള്ള തിരഞ്ഞെടുപ്പുള്ളത്. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യനിങ്ങനെ ആകാൻ പറ്റുന്നില്ല, പെർഫെക്റ്റ് ആകാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഇത്രയും പ്രലോഭനങ്ങളും കാര്യങ്ങളും വരുന്നു? അതിനുള്ള ആൻസറുള്ള ഒരേ ഒരു സ്ഥലം ബൈബിളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, പിന്നെ തുടങ്ങി. അങ്ങനെയല്ല. ബൈബിളിൽ നിങ്ങൾക്കുള്ള കാര്യം വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അവിടെ അതിനുള്ള ആൻസറുണ്ട്. പിശാച് എന്ന് പറഞ്ഞ ശത്രു, പിന്നെ നിങ്ങൾ പിശാചിനെ പറ്റി അതൊരു വെറും കെട്ടുകഥയല്ലെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ജീവിച്ച് കടന്നു പോകുമ്പോൾ എത്രയധികം പ്രലോഭനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം വരുന്നത്. ചിലപ്പോൾ അസൂയായിരിക്കാം, ദേഷ്യമായിരിക്കാം, മറ്റുള്ളവരെ മോശമായ രീതിയിൽ കാണുന്നതായിരിക്കാം, ചിലപ്പോൾ അവരെക്കുറിച്ച് മോശമായ രീതിയിൽ ചിന്തിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ പണത്തോടുള്ള ആർത്തിയായിരിക്കാം. എന്തെല്ലാം പ്രലോഭനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും ഓരോ ദിവസം കടന്നു പോകും തോറും പ്രലോഭനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബൈബിളിൽ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഉൽപ്പത്തി 1 പിശാചാണ് ആ ഓരോ ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ കൊണ്ടിടുന്നത്. എന്തിനു വേണ്ടി? നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആകാതിരിക്കാൻ. അവൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തെ പോലെ ആകരുത്, പെർഫെക്റ്റ് ആകരുത്. കാരണം അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞവനാണ്, അവനൊരു ശത്രുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, യേശുക്രിസ്തുവിൻ്റെ ഈ ഒരു സാക്രിഫൈസ്, യേശുക്രിസ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം, നിങ്ങൾ ബൈബിൾ വായിക്കുക, ഇത്ര വലിയൊരു ത്യാഗം ചെയ്തത് നമ്മൾക്ക് പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പൂർണ്ണരാകുവാൻ, ഒരു തെറ്റുമില്ലാതെ പെർഫെക്റ്റ് ആകുവാൻ.